എന്താടാ നോക്കി ദഹിപ്പിക്കുന്നത്? സഹതാപം കൊണ്ട് നോക്കിയതാ. മാമ്പിള്ളിക്കാരുടെ കൈകൊണ്ട് തന്നെ നീ തീർന്നു പോകലോടാ. പന്ന കഴിവറ മോനെ, ഈ സെല്ലിലിട്ട് കത്തിക്ക് ഞാൻ നിന്നെ. വിടരാവനെ. വന്ന് കയറുന്നതിന് മുമ്പേ അങ്ങ് ഡെപ്യൂട്ടി കൊണ്ടാവല്ലേ, ഇറക്കി വിടറാവരെ. ഓ വിടാം സാർ. ACP ഓർഡർ ഇട്ട പിന്നെ SIക്ക് എന്താ കാര്യം? പക്ഷെ ഓർഡർ ഒന്ന് എഴുതി തന്നാ കൊള്ളാം. എന്തിന്? നേരിട്ട് വന്ന് പറഞ്ഞാലും പോരാ അല്ലയോ? നിനക്കെന്നെ അറിയില്ല, ഞാൻ ആൾ ഇത്തിരി മോശമാ. ഇറക്കി വിടറാ കോപ്പേ. ദേ, നിന്റെ തന്തയുടെ തനി സ്വഭാവം നീ എന്നോട് കാണിക്കല്ലേ. അയ്യോ, തന്തയ്ക്ക് വിളിക്കല്ലേ സാർ. അങ്ങേര് പാവം വയസ്സാം കാലത്ത് വീട്ടിലിരുന്നോട്ടെ. ഇക്കണക്കിന് പോയാൽ അയാൾ വീട്ടിലിരിക്കുന്ന പോലെ നിനക്കും വീട്ടിലിരിക്കേണ്ടി വരും. അതെങ്ങനെ? എടാ, മക്കള് നന്നാവണമെങ്കിൽ തന്തമാരും നന്നാകണം. ക്ഷമിക്കണം സാർ, എനിക്ക് തന്തമാരില്ല, ഒരു തന്തയുള്ളൂ, അയ്യപ്പൻ നായർ. നിർത്തടാ. കൈക്കൂലി കേസ് ഡിസ്മിസലായിട്ട് നിന്റെ തന്തയുടെ പേരെന്താ? സത്യവാൻ അയ്യപ്പൻ നായർ. അയാളെ കണക്കൊരു വൃത്തികെട്ട റാസ്കലിനെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാളെ മോൻ ഇവനെ പോലൊരു രണ്ടി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വേണ്ട സാർ, ഇനി എന്നെ വിഷമിപ്പിക്കുന്ന വർത്താനം പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് എന്റെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം. ഒരു മിനിറ്റ് എന്റെ കൂടെ വന്ന് എനിക്ക് പറയാനുള്ള കേൾക്കാൻ മനസ്സ് കാണിക്കണം സാർ, പ്ലീസ്. ACPയുടെ ഡയലോഗ് ഏറ്റ്. എന്തുകൊണ്ടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞു തോരക്ക്. മറ്റെന്ത് ഞാൻ സഹിക്കും. എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ, തല ഞാൻ വെട്ടും. അതിന് DGP ആണോ ഹോം മിനിസ്റ്റർ ആണോ ഏത് കോപ്പനാണോ ഞാൻ നോക്കില്ല. എന്റെ അച്ഛനെ കൈക്കൂലിക്കാരനാക്കി ഡിസ്മിസ് ചെയ്യിക്കാൻ താനൊക്കെ കൂടെ കളിച്ച കളി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറിനകം നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കൂടാ. കഴിവറ പോലെ താൻ പുളുത്തും. 24 മണിക്കൂർ വേണ്ടോ? മിനിറ്റ് വെച്ച് തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കട്ടെ. അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. അതിന് പറ്റിയ ആൾക്കാരുണ്ട്. തനിക്ക് കാണണോ? മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡറിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അറിയാലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളിയാ താൻ. മാമ്പള്ളിക്കാരോട് ചേർന്ന് താൻ ചെയ്ത തെമ്മാടത്തിലൊക്കെ എണ്ണി എണ്ണി അക്കമിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി എന്റെ ഒരു ഫോൺ കോൾ കൂടെ മതി. എന്താ വേണോ? മര്യാദയ്ക്ക് പോയ ACP അങ്ങത്തേക്ക് കൊള്ളാം. ഇല്ല, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ സഞ്ജീവ് പിന്മാറത്തുള്ളൂ. എന്ത് വേണം സാർ? സാറ് പറയും പോലെ ചെയ്യാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, പക്ഷേ CMനെ കൊണ്ട് എന്നെ ഉപദ്രവിപ്പിക്കരുത്. ഇല്ല, സാറ് സമാധാനമായിട്ട് പോയിക്കോ. കുഞ്ഞിരാമ, എന്തോ എന്നെ ഒട്ടും ചെയ്യരുത്. താൻ ഇവിടെ നടന്നത് വല്ലതും കണ്ടോ? കണ്ടു. കണ്ടില്ല. താനൊന്നും കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. ACP അനിരുദ്ധൻ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഓഫീസറാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. പിന്നെ തന്റെ ഈ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയാക്കി. നിർത്തി. എന്റെ ദൈവമേ.